സെഡ് ആണ് കേട്ടോ. ഈ സെഡ് കുറെ ആൾ ചോദിക്കുന്നുണ്ട്. ഓപ്ഷനില് ഏറ്റവും ടോപ്പ് ആൻഡ് ഓപ്ഷൻ ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത്. ബി ആയിട്ടും G4 ആയിട്ടും വരുന്നത്. ഇത് മോഡൽ എത്ര? ഇത് 2014 മോഡൽ. 14 മോഡൽ ഇന്റർകൂളർ എഞ്ചിനാണ്. ഇന്റർകൂളർ. ഇത് ഇന്റർകൂളർ തന്നെ. 2014 ഇന്റർകൂളർ വണ്ടി. രജിസ്ട്രേഷൻ Z ഓപ്ഷൻ ആണ്. ഇന്നോവ. 1.25 ഓട്ടം. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഏതൊരാൾക്ക് 100% ക്വാളിറ്റി വണ്ടി. അതിലെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഒരു 7,80,000 2014 Z ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 780 ആണ് ചോദിച്ചിട്ടുള്ളത്. ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കില്ല. നല്ല ക്വാളിറ്റി വണ്ടി. എവിടെയും കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇവിടെ നിന്നല്ല, ഏത് ഷോറൂമിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിലും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് മാത്രം. ഷോറൂമിൽ മാത്രമല്ല, എല്ലാവരും എടുക്കണമെങ്കിൽ ചെക്ക് ചെയ്യണം. പുതിയ ഷോറൂം ആണെങ്കിൽ ചെക്ക് ചെയ്യണം. പുതിയ ഷോറൂം ആണെങ്കിൽ ഫ്രഷ് കിട്ടുന്ന ഭായി. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 90% ആളുകളും നല്ല ക്വാളിറ്റി വണ്ടികൾ നോക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി തീപാറുന്ന കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. മാത്രമല്ല, 0 ഡൗൺ പേയ്മെന്റിൽ പകുതിയോളം വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. 5 സീറ്റർ, 7 സീറ്റർ, 8 സീറ്ററിന്റെ ഒരു ചാകര തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ ഇന്നുള്ളത് ടിൻസ് ഡ്രൈവ് യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്. എന്തൊക്കെയുണ്ട് ബ്രോ? സുഖം. കഴിഞ്ഞ വീഡിയോയിൽ കുറെ വണ്ടി പോയിക്കണല്ലേ? സെയിലായി. പിന്നെന്ത് ബ്രോ, എന്തൊക്കെയുണ്ട് വിഷയം? സുഖമല്ലേ? മാക്സിമം ഒരു 30 വണ്ടി ഉണ്ടല്ലേ? ഇന്നോവ നോക്കണമെങ്കിൽ 4 പീസ് ഉണ്ട്. അതുപോലെ തന്നെ ഹോണ്ട സിറ്റി കുറെ ആൾ കമന്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ 2 പീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോണ്ടയിന്റെ i20 ഏതൊക്കെ ഒന്നുള്ള സ്വിഫ്റ്റ് കാർ 2 പീസ് ഉണ്ട്. പിന്നെ റയർ പീസ് ആയിട്ടുള്ള സ്കോർപിയോ, പിന്നെ ബൊലേരോ, ഇതൊക്കെ ഓൾഡർഷനാക്കിയ വണ്ടികളാണ് കേട്ടോ. നല്ല തീപാറുന്ന കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത്. അപ്പോ ബ്രോ, ഇത് കറക്റ്റ് എങ്ങനെയാണ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് മലപ്പുറം വണ്ടൂര്. വണ്ടൂരിന്ന് നേരെ ചെറുകോട് 28ലാണ്. ചെറുകോട് 28ലാണ്. ഊട്ടി റോഡിലാണ് സ്ഥാപനം ഉള്ളത്. മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. അപ്പോ നമുക്ക് ഓരോ വണ്ടികൾ ഇത് കാണിച്ചു കൊടുക്കാം. വേറെ എന്തെങ്കിലും പ്രശ്നോട് പറയണ്ടോ? വണ്ടികൾ കാണട്ടെ, അതാണല്ലോ. ആദ്യമായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി റെഡ് കളർ സ്വിഫ്റ്റില് തുടങ്ങാം. സ്വിഫ്റ്റ് റെഡ് കളറിൽ ഇവിടെ 2 പീസ് ഉണ്ട് കേട്ടോ. കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു കളറാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇത് ഡീസൽ വാഹനമാണ്, മറ്റൊന്ന് പെട്രോൾ ആണ്, മാനുവൽ വണ്ടിയാണ് അല്ല? ഇത് തന്നെയാണ് മോഡൽ തന്നെ. ഇത് 2018 സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, 18 സിംഗിൾ ഓണർ വണ്ടി. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഏകദേശം 1,30,000 ഓട്ടം ഉണ്ടല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടി. കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ് കേട്ടോ. വണ്ടി വേറെ അപാകത ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. വണ്ടി ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടുള്ള ടയർ ഉണ്ട്. എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനൊന്നുമില്ല. വെണ്ണ അടിക്കാൻ ഓടാ. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് എടുത്താൽ മതി അല്ലേ? വണ്ടി അത്രയും പക്ക വണ്ടിയാണ്. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 5.25 കൊടുക്കാം. 5.25 കൊടുക്കാം. ലോൺ ഫുള്ള് കയറോ? ഇല്ല, ഫുള്ള് ഉണ്ട്. നമുക്ക് 80% ലോൺ ചെയ്തു തന്നെ. ഒരു 50 റുപ്യൊക്കെ വേണ്ടി മാക്സിമം ഒരു 50 രൂപക്ക് ഉണ്ടെങ്കിൽ ലോൺ തുറക്കാൻ പറ്റും. അപ്പൊ അവിടെ നല്ലൊരു അടിപൊളി i20 ഡീസൽ വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. നല്ല രീതിയിൽ മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റ് ഒക്കെ കയറിയ വണ്ടിയാണ്. കാണാൻ തന്നെ നല്ലൊരു ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ. നല്ല കോസ്റ്റ്ലി ആലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ളിലെ നല്ല ലെതറിന്റെ ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബ്രോ, ഇതെങ്ങനെയാണ് കാര്യങ്ങള്? ഇത് 2017 ആസ്റ്റ ഓപ്ഷനില് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ്. വെറും 82,000 കിലോമീറ്റർ മാത്രം വണ്ടി 82 ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസിൽ വണ്ടി. ഫുൾ കമ്പനി സർവീസിലുള്ള വണ്ടി. 2017 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്? അല്ലല്ല, മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് അല്ല? ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടിയാണ്. മേജറായിട്ട് ഈ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അത്രയും പക്ക വണ്ടി. ഈ വണ്ടിയുടെ റേറ്റ് പറഞ്ഞാലോ? റേറ്റ് നമുക്കൊരു 5,80,000 രൂപ കൊടുക്കാം. 5.80 കൊടുക്കാം. 2017 ഡീസൽ വണ്ടി. ആസ്റ്റ ഓപ്ഷന് ആകെ 82 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റൂലേ? ഇത് നമുക്ക് ഏകദേശം നല്ല ട്രാക്കുകൾക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് എന്തെങ്കിലും വേരിയേഷൻ വരാനുണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കണ്ടേ? ഓക്കെ. നല്ല ട്രാക്കിലുള്ളവർക്ക് ഫുള്ള് ലോണിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വാഹനമാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടാ. ഒരു 7 സീറ്റർ വണ്ടിയാണ്. 7 സീറ്റാ 8 സീറ്റാ? ഇത് 7 സീറ്റർ. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2013 മോഡൽ. 2013 എർട്ടിക വണ്ടിയാണ്. ഓപ്ഷൻ പിന്നെ VDI. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടാവും? 1.25 ഓട്ടം. കറക്റ്റ് കമ്പനി സർവീസിലുള്ള വണ്ടിയല്ല? ഇവിടെ ഏകദേശം ഉള്ള വണ്ടികളൊക്കെ കമ്പനി സർവീസിലുള്ള വണ്ടികളാണ് കേട്ടോ. പിന്നെ പകുതി സർവീസ് പകുതി ഇല്ലാത്ത അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ്. ഫുൾ ക്വാളിറ്റി വണ്ടി. മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഒന്നുമില്ല. ഈ വണ്ടി നമുക്ക് റേറ്റ് പറഞ്ഞാലോ?
മെക്കാനിക് പരമായിട്ട് എന്തുപാട്? മെക്കാനിക്കലായിട്ട് വണ്ടി ഫുൾ ഫിറ്റ് ആണ്. സർവീസിലെ വണ്ടി അല്ലേ, അതുകൊണ്ട് നോ ടെൻഷൻ. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ് കേട്ടോ. ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി. പിന്നെ ഈ ടാക്സിക്കാർക്ക് വേണമെങ്കിലും നോക്കാം. പിന്നെ കൊച്ചിയിൽ യൂബർ ഒക്കെ ഓടിക്കുന്നുണ്ട്. അതായത് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ, അതും എർട്ടിക. പിന്നെ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് അല്ലെ. മെയിന്റനൻസ് ഒക്കെ ഉണ്ടെങ്കിലും ചെറിയ പൈസ അല്ലപ്പാ ഇതിന് കൂടുതൽ കൊടുക്കണ്ടല്ലോ. ഇത് 4.5 ലക്ഷം രൂപ കൊടുക്കാം. വെറും 4.5 ലക്ഷം രൂപ കൊടുക്കാം തന്നെ. ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റുമോ? ഫുൾ ലോൺ നമുക്ക് 90% വരെ ലോൺ. 2018 പെട്രോളാണ്. 18 പെട്രോളാണ് ഓപ്ഷൻ തന്നെ. ഇത് VXL. ഓക്കെ. ഇത് 1 ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതൊക്കെ ഹിസ്റ്ററി ഉണ്ടാവും. പക്ക ഹിസ്റ്ററി വണ്ടി. ഓക്കെ. എന്നും തട്ടുമുട്ടി ഒന്നുമില്ല. ഇത് നമുക്ക് റേറ്റ് ആണ് പറഞ്ഞാലോ? വണ്ടി 5 രൂപ. 5 രൂപ. അതെ. എത്ര മോഡൽ പറഞ്ഞത്? 2018 വണ്ടി. 18. 5 രൂപ ചോദിക്കുന്നല്ലേ? ഫുള്ള് ലോൺ കയറോ? നല്ല ട്രാക്കിലേക്ക് ഫുൾ ലോൺ ചെയ്തു തന്നെ. ഓക്കെ. അപ്പൊ ബാണാങ്ക് വിളിച്ചോ. ഒരു അൾട്ടിസ് ആണ് ടൊയോട്ടന്റെ. എങ്ങനെയാണ് മോഡൽ? ഇത് 2009 മോഡൽ. 2009 മോഡൽ. കുറച്ച് പഴയതാണല്ലോ. പഴയ മോഡൽ. 2009 ലക്ഷറി. അന്നൊക്കെ പ്രീമിയം സെഗ്മെന്റിൽ ഇറങ്ങിയ വണ്ടികളാണ്. 2009 മോഡൽ. ഡീസലാ പെട്രോളാ വണ്ടി? ഇത് പെട്രോൾ ആണ്. ഓക്കെ. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 140 ഓടിയിട്ടുണ്ടല്ലോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സർവീസ് കാര്യങ്ങൾ ഫുൾ ഉണ്ടാവില്ല. ഓക്കെ. നമ്മൾ 1,40,000 സെക്കൻഡ് ഓണർ. നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 2.5 ലക്ഷം. 2.5 ലക്ഷം വെറും 2.5 ലക്ഷം. ചെറിയ ബഡ്ജറ്റിൽ ഒരു ലക്ഷറി വണ്ടി സ്വന്തമാക്കാം. എന്തെങ്കിലും അപാകതകളുണ്ടോ? ഒന്നുമില്ല. മെക്കാനിക് ഫിറ്റ് ആണ്. ഫുൾ ഫിറ്റ്. എല്ലാ ഭാഗം നോക്കാണ്. മെക്കാനിക്കലൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. തന്നെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റൂല. ഓക്കെ. അപ്പൊ ബാണാങ്ക് വിളിച്ചോ. ഒരു 7 സീറ്റ് ഇന്നോവ കാർ നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇന്നോവ വി ആണ് ഓപ്ഷൻ. 2012 മോഡൽ. 2012 മോഡലാണ്. വി ആണ് ഓപ്ഷൻ. സാധാ ഇന്നോവ എഞ്ചിൻ അല്ല, ഇന്റർകൂളർ എഞ്ചിനാണ്. ഇന്റർകൂളർ. ഓക്കെ. മൈലേജ് കുറച്ച് കൂടുതൽ കിട്ടും. കംപ്ലൈന്റ് കുറയും. ഓക്കെ. വണ്ടി മെക്കാനിക് പരമായിട്ട് ഫുൾ ഫിറ്റ് ആണ്. ഒന്നും കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടിയാണ്. കമ്പനി സർവീസിലുള്ള വണ്ടി. ഏകദേശം എത്ര ഓടി? ഏകദേശം 1.25 ഓട്ടം. ഓക്കെ. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി വണ്ടി. 2012 മോഡലാണ്. അതുപോലെ തന്നെ ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയിട്ടുണ്ട് വണ്ടി. ടൈപ്പ് 4. ഓക്കെ. ഇത് കേരള വണ്ടിയാ? നമ്പർ ആക്കിയതാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6.25 കൊടുക്കാം. 6.25 കൊടുക്കാം. ഓക്കെ. ഇതൊക്കെ ഏകദേശം എത്ര പൈസ കൊണ്ട് ഇറക്കാൻ? ഇത് ഏകദേശം ഒരു 1.5 ലക്ഷം ഉണ്ടെങ്കിൽ ഇറക്കാൻ വേണ്ടി വരില്ല. അപ്പൊ ബാണാങ്ക് വിളിച്ചോ. ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ഒരു ഇയോൺ ആണ് പരിചയപ്പെടുന്നത്. എങ്ങനെയാണ്? ഇത് 2016 ഇറ പ്ലസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ക്വാളിറ്റി വണ്ടി. മൂന്നാമത്തെ ഓണർ. നല്ല ക്വാളിറ്റി വണ്ടി. ഇത് ഏകദേശം 90,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ടല്ലോ. ഓക്കെ. വണ്ടി മെക്കാനിക് പരമായിട്ട് എടുക്കുന്ന ആൾക്ക് എണ്ണടിച്ചാൽ ഓടാം. ചെറിയ പൈസക്ക് ഒരു വാഹനം. നമുക്ക് ചെറിയ റേറ്റ് കൊടുക്കാം. 2,26,000 രൂപ കൊടുക്കും. 2016 ഇറ പ്ലസ് വണ്ടിയാണ്. അതെ. 2,26,000 രൂപ കൊടുക്കും. ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോട്ടോ. നല്ല അടിപൊളി വാഗനർ ആണ്. ഇത് എത്ര മോഡലാണ് വരുന്നത്? ഇത് 2015 LXi. 15 മോഡലാണ്. LXi ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. വണ്ടി എന്ത് പാട്? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടി. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 90,000 കിലോമീറ്റർ. 90 ഓടിയിട്ടുണ്ടല്ലോ. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. വേറെ സീറ്റ് കവർ അഡീഷൻ ചെയ്ത് നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടകൾ ടയർ ഉണ്ട്. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് കേട്ടോ. മെക്കാനിക് പരമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. എടുക്കുന്ന ആൾക്ക് എണ്ണ അടിക്കാൻ ഓടാം. അത്രേ ഉള്ളൂ കേട്ടോ. എത്ര ആസ്ക്? 2.25. 2015 വാഗണറാണ്. LXi ആണ് ഓപ്ഷൻ വരുന്നത്. 2.25 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വില പിന്നെയും കുറച്ച് കൊടുക്കൂലേ? ചെറുതായിട്ട് നില കമ്മി. ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഫുൾ ലോൺ കിട്ടും ഇതിന്? ഇല്ല. നമുക്ക് 80% ലോൺ കൊടുക്കാം. ട്രാക്ക് അനുസരിച്ച് 10-30-40 ഉറുപ്പിക വേണ്ടി വരും. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് ഒക്കെ കയറിയിരിക്കണം വണ്ടിയിൽ. ഒരു ബ്ലാക്ക് കളർ. ഇത് കമ്പനി കളർ തന്നെയാ? ബ്ലാക്ക് കമ്പനി കളർ. അടിച്ചല്ലോ? എന്താ ചെയ്ത് കാണാൻ. അതെ. എത്ര മോഡൽ? ഇത് 2016 ZLX വണ്ടി. 16 മോഡൽ ZLX ആണല്ലോ. മഹീന്ദ്രന്റെ ബൊലേറോ ആണ്. ബൊലേറോ. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിലേ എന്തോ ഒരു ലുക്ക് ആണല്ലേ കാണാൻ. കുറെ ബാക്കിലൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. മേലെ ടോപ്പിൽ ലൈറ്റ് ഒക്കെ എക്സ്ട്രാ ഫിറ്റ് കയറിയിട്ടുണ്ട്. ഉള്ളില് നല്ല ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്താ സീറ്റ് കവർ. അടിപൊളി വണ്ടിയാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും മാക്സിമം? ഇത് 74,000 കിലോമീറ്റർ. 74 ഓടിയിട്ടുള്ളൂ തന്നെ. ഇത് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.25. 5.25. ഇതിൽ കുറച്ച് കൊടുക്കും. കമ്മി കൊടുക്കും. എത്ര പൈസ വേണ്ടി വരും ഇറക്കാൻ? ഇതൊരു 50,000-60,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലോ. അപ്പൊ ബാണാങ്ക് വിളിച്ചോ. നല്ലൊരു അടിപൊളി സ്കോർപിയോ നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് മോഡൽ? ഇത് 2007 മോഡൽ. 2007 മോഡൽ വണ്ടിയാണ്. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല.
പുതിയ പേപ്പറുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരു വാഹനമാണ്. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്. ഒന്നും ചെയ്യാനൊന്നുമില്ല. ക്വാളിറ്റി വണ്ടിയല്ല. അതെ ക്വാളിറ്റി വണ്ടി. ഓക്കെ, അല്ല വിശ്വസിച്ച് എടുക്കാൻ പറ്റൂലേ? ധൈര്യമായിട്ട് എടുത്തോളൂ, ഒരു ടെൻഷനും ഇല്ല. എക്സ്ട്രാ ഫിറ്റ് കയറിയോ? എക്സ്ട്രാ ഫിറ്റിംഗ് സീറ്റ് കവർ കാരണം അഡീഷണൽ ചെയ്താൽ അത് മാത്രമല്ല. പിന്നെ ഓട്ടോക്കെ എങ്ങനെയാണ്? പഴയ വണ്ടിയല്ലേ, എത്ര ഓടിയിട്ടുണ്ടാവും? കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാണ്. ഏകദേശം 90,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അത്ര ഓടിയിട്ടുള്ളൂ. 2,10,000. 2,10 ചോദിക്കണ്ടല്ലേ? വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ്. അത്യാവശ്യം സീറ്റാണ് ചെയ്തിട്ടുള്ളത്. 15 റുപ്യന്റെ സീറ്റ് കവറാണ് തന്നെ. വണ്ടിനേക്കാൾ കൂടുതൽ സീറ്റ് കവറിനായിട്ടുണ്ടാവും. ഓക്കെ, അത് ഇന്റീരിയർ കാണിച്ചു കൊടുക്കാം വീഡിയോയില്. പിന്നെ ഇത് മോഡൽ എങ്ങനെയാ? ഇത് 2013 മോഡൽ. 2013 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ഇത് സെക്കൻഡ് ഓൺ ഇറ പ്ലസ് സെക്കൻഡ് ഓൺ. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 88,000 കിലോമീറ്റർ. 88 ഓടിയിട്ടുള്ളത്. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യം ഇതിന് എത്ര നമ്മൾ ചോദിക്കുന്നത് വെറും 1.25. 2013 ഇറ പ്ലസിന് ചോദിച്ച 1.25. 15,000 എക്സ്ട്രാ ചെയ്തു. ഓക്കെ, ആവശ്യമാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല ക്വാളിറ്റി. i20 അല്ലേ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. ഇത് എത്ര മോഡൽ? ഇത് 2016 ആസ്റ്റ ഓപ്ഷനിലുണ്ട്. 2016 ആസ്റ്റ ഓപ്ഷനിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ തന്നെ. എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടിയാണ്. ഗ്യാരണ്ടീഡ് വണ്ടിയാണ്. ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, എത്ര ടാസ്ക്? ഇത് നമ്മള് വെറും 5,55,000 റുപ്യ. 5,55 ചോദിക്കുന്നുണ്ട്. 2016 ആസ്റ്റ ഡീസൽ വണ്ടിയാണ്. ഈ i20 ഡീസൽ വാഹനം കുറച്ച് റയർ പീസ് ആണ്, മാർക്കറ്റിൽ കിട്ടൽ കുറവാണ് സാധനം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട്. അലോയ്സ് ഒക്കെ കമ്പനിയിൽ വരുന്നതാണ്. ഓക്കെ, ഇത് മാക്സിമം എത്ര പൈസ ഇറക്കാം? ഇത് നമുക്കൊരു 60,000-70,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു 60,000 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. ഓക്കെ, ഇവിടെ ഒരു ഹോണ്ട സിറ്റി നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? ഇത് 2014. ഇത് ഡീസൽ വണ്ടിയാ? ഡീസൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, നമ്പർ ആയിക്കണം ഓൾറെഡി. സൺറൂഫ് ഒക്കെ ഉള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് ഒക്കെ, സീറ്റ് കവർ, ലൈറ്റിംഗ്, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ടച്ച് ആൻഡ്രോയിഡ് സ്ക്രീൻ ഒക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ A to Z ക്ലിയർ വണ്ടി. നല്ല സർവീസ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. അതെ, നല്ല ഫിറ്റിംഗ്സ് ഒക്കെ ഒരുപാട് കയറിയിട്ടുണ്ടല്ലോ. അതെ, നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ സൺറൂഫ് കമ്പനി അഡീഷണൽ ചെയ്തല്ല, ഫുള്ള് ചെയ്തതാ. ഇത് ഓപ്ഷൻ വരുന്ന ഏറ്റവും ടോപ്പ് അല്ലേ? ടോപ്പിന്റെ വണ്ടി. ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ്, അതുപോലെ തന്നെ അലോയ്സ് കാര്യങ്ങൾ. ആൻഡ്രോയിഡ് ഒക്കെ കമ്പനി വരുന്നത് നിങ്ങൾ ചെയ്തതാ? എക്സ്ട്രാ അഡീഷണൽ ചെയ്തതല്ല. സീറ്റ് കവർ ഒക്കെ സൂപ്പർ സീറ്റ് കവർ ആണ്, നല്ല കോസ്റ്റ്ലി ആണ്. പിന്നെ വണ്ടി എല്ലാം ഫിറ്റ് ആണ്. റീപ്ലേസ് എന്തെങ്കിലും ഒന്നും മാറിയിട്ടില്ലല്ലോ. ക്വാളിറ്റി വണ്ടി. എവിടെ കൊണ്ട് ഇത് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അത്രയും ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കാം? നമുക്ക് 5 രൂപ കൊടുക്കാം. 5 രൂപ? 5 രൂപ കൊടുക്കാം. എത്ര മോഡൽ? 2014 ഡീസൽ വണ്ടിയാണ്. 5 രൂപ ചോദിക്കുന്നുണ്ട്. വില താത്തി കൊടുക്കൂല? ഓക്കെ, മാക്സിമം വില പൊടിച്ചു തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു പുത്തൻ ബ്രസ്സാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് എത്ര മോഡൽ? ഇത് 2022 BXi. 2022 BXi ആണ്. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. വെറും ഓൺലി 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി, ഫുൾ കമ്പനി സർവീസ്. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ. പെട്രോൾ വാഹനമാണ്. ബട്ടൺ സ്റ്റാർട്ട് ആണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാം? ക്വാളിറ്റി വണ്ടി. ഇത് നമുക്ക് 8.25 കൊടുക്കാം. 8.25 ഫുൾ ഓൺ കൊടുക്കാം. നല്ല കസ്റ്റമറിന് തന്നെ, നല്ല കസ്റ്റമർ മാത്രം വിളിച്ചാൽ മതി. ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റൂല്ലേ? ഏകദേശം ഒരു പുതിയത് ഷോറൂം നിറക്കിനേക്കാൾ ഒരു 3-4 ലക്ഷം രൂപ വ്യത്യാസം ഉണ്ടല്ലേ? അതെ, നല്ല വ്യത്യാസമുണ്ട്. ഫുൾ ഓണില് നല്ല ITR ഒക്കെ ഫയൽ ചെയ്യുന്ന നല്ല കറക്റ്റിലെ കസ്റ്റമർ നമുക്ക് കൊടുക്കാൻ പറ്റും. കമ്പനി വാറണ്ടി ഒക്കെ കഴിഞ്ഞതാ? ഇല്ല, ഇത് കമ്പനി വാറണ്ടി എന്തെങ്കിലും കഴിയില്ല. 5 വർഷം കൊടുക്കും. 5 വർഷം കൊടുക്കും. അപ്പൊ ബാണാൻ വിളിച്ചോ. അതെ, ഒറിജിനൽ കേരള ഹോണ്ട സിറ്റി ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക്. ഓക്കെ, ഹോണ്ട സിറ്റിയിൽ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളി കേട്ടോ. ഇത് മോഡൽ എത്ര? 2015 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ സെറ്റപ്പ് ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര ഓടി ഉണ്ടാവും? ഇത് ഏകദേശം ഒരു മിനിറ്റ്. ഇത് 1,30,000 ഓട്ടം വരുന്നത്. സർവീസ് ഉള്ള വണ്ടിയാണ്. എത്ര ഓണർ? ഇത് സെക്കൻഡ് ഓണർ. സെക്കൻഡിലാണ് നിൽക്കുന്നത്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6.25 കൊടുക്കാം. 6.25 കൊടുക്കാം. ഓക്കെ, നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില പൊടിച്ചു കൊടുക്കാം. എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 80,000 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റുമല്ലോ. അപ്പൊ വോക്സ് വാഗന്റെ അമിയോ നമുക്ക് നോക്കാം. ഇത് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടിയാണ്. എത്ര മോഡലാണ്? ഇത് 2017 സെക്കൻഡ് RC 60,000 കിലോമീറ്റർ. ആകെ 60 ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടി. വിശ്വസിച്ചെടുക്കാൻ പറ്റും. ഇത് നമുക്ക് 4 രൂപ കൊടുക്കാം. 4 രൂപ? അതെ,
എന്നും കുറയില്ല, കമ്മി കൊടുക്കാം. ഓക്കെ, ആവശ്യമാണെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഈ മാജിന്റെ എക്സ്ക്രോസ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഒരു ഡീസൽ വാഹനമാണ്. ഏകദേശം 10-20 മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ? ഇത് മാനുവൽ ഉണ്ട്. എത്ര മോഡലാണ്? 2016 മോഡലാണ്. ഓപ്ഷൻ വരും. എന്തൊക്കെ വരുന്നുണ്ട്? ബട്ടൺ സ്റ്റാർട്ട് അല്ല, കീ ആണ് വരിക. അതുപോലെ തന്നെ അഡീഷണൽ ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അഡീഷണൽ ഫിറ്റ് ചെയ്തോണ്ടിയാണ്. ഓക്കെ, കട്ടുള്ള ടയർ ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും. അവള് പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. ന്യൂ ഷേപ്പ് ആണ്. ഫേസ് ലിഫ്റ്റ് ചെയ്തോണ്ട് 2016 വണ്ടി തന്നെ. ഫേസ് ലിഫ്റ്റ് ചെയ്തതാണോ കമ്പനി വന്നതാണ്? ചെയ്തതാണ്. ഇത് ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഏകദേശം 90,000 ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എത്ര കൊടുക്കാം? നമുക്ക് 590 കൊടുക്കാം. 590 2016 ഡീസൽ മാജിന്റെ എക്സ്ക്രോസ് ന്യൂ ഷേപ്പ് വണ്ടി. ഓക്കെ, 590 കൊടുക്കാം. ചോദിക്കുന്നുണ്ട്, നെഗോഷ്യബിൾ ആണ്. സെലേറിയോ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് മോഡൽ എത്രയാണ്? ഇത് 2019 BXi ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 1.4 ഓടി. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, എന്താ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. ഉള്ളു പുറത്തൊക്കെ നോക്കണം. നല്ല വൃത്തിയുണ്ട്, നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഒരു പുത്തൻ വണ്ടിന്റെ ലുക്ക് ഉണ്ടല്ലോ വണ്ടിക്ക്. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ തന്നെ. ഓക്കെ, എത്ര നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മള് വെറും 440 ചോദിക്കുന്നുണ്ട്. നല്ല കസ്റ്റമറിന് ഏകദേശം ഒരു 90% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും തന്നെ. 2019 മോഡൽ ഓട്ടോമാറ്റിക് സെലേറിയോ വണ്ടിയാണ്. 440 ചോദിക്കുന്നുണ്ട്. ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. വിക്ടറ ബ്രസ ഡീസൽ വണ്ടി നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ്? 2019 BDI ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1.4 ഓട്ടം ഉണ്ടല്ലേ. റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 710 കൊടുക്കാം. 710 കൊടുക്കാം. 2019 ഓപ്ഷൻ BDI ആണ്. എത്ര ചോദിച്ചാൽ? 7,10,000 ചോദിച്ചാൽ വില പിന്നെ കുറച്ച് കൊടുക്കൂലേ? വില നമുക്ക് കമ്മി കൊടുക്കാം. ഓക്കെ, മാക്സിമം വില പൊടിച്ചു തരും. ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു അടിപൊളി ഇറ്റിയോസ് ലിവ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് മോഡൽ എത്ര സാർ? ഇത് 2016 സിംഗിൾ ഓണർ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് GD ആണ് ഓപ്ഷൻ ആണ്. എയർ ബാഗ് വരുന്നതാണ്. അതെ. വണ്ടി എത്ര ഓടിക്കുന്നത്? ഇത് 90,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല ഹൈ ക്വാളിറ്റി അലുവ പോലത്തെ വണ്ടി. അതെ, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇത് 5 രൂപ കൊടുക്കാം. 5 രൂപ കൊടുക്കാം. മോഡൽ എത്ര? 2016 കേരള വണ്ടി. 2016 ഒറിജിനൽ കേരള വണ്ടിയാണ്. ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു ഇന്നോവ കാർ നമുക്ക് മെച്ചപ്പെടാം. സെഡ് ആണ് കേട്ടോ. ഈ സെഡ് കുറെ ആൾ ചോദിക്കുന്നുണ്ട്. ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത്. V8 ഈ G4 ആയിട്ട് വരുന്നത്. ഇത് മോഡൽ എത്രയാണ്? ഇത് 2014 മോഡൽ. ഇന്റർകൂളർ എഞ്ചിനാണ്. ഇന്റർകൂളർ. ഇത് ഇന്റർകൂളർ തന്നെ. 2014 ഇന്റർകൂളർ വണ്ടി. രജിസ്ട്രേഷൻ Z ഓപ്ഷൻ ആണ്. ഇന്നോവ. 1.4 ഓട്ടം. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഏതൊരാൾക്കും 100% ക്വാളിറ്റി വണ്ടി. അതിലെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നുള്ളൂ ഒരു 7,80,000 രൂപയ്ക്ക്. 780. 2014 Z ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 780 ആണ് ചോദിച്ചിട്ടുള്ളത്. ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കില്ല. നല്ല ക്വാളിറ്റി വണ്ടി. എവിടെയും കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇവിടെ നിന്നല്ല, ഏത് ഷോറൂമിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിലും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് മാത്രം. ഷോറൂമിൽ മാത്രമല്ല, എല്ലാവരും എടുക്കണമെങ്കിൽ ചെക്ക് ചെയ്യണം. പുതിയ ഷോറൂം ആണെങ്കിൽ ചെക്ക് ചെയ്യണം. പുതിയ ഷോറൂം ആണെങ്കിൽ ഫ്രഷ് അല്ല കിട്ടുന്ന. 2 ഇന്നോവ കാർ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട്. അതിൽ വിളിച്ചാൽ മതി. 2 നമ്പർ ഉണ്ടാവും. അതിൽ ഒന്നിൽ കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നിൽ വിളിച്ചോ. പിന്നെ ഈ വീഡിയോ ഞായറാഴ്ച നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഫോൺ അങ്ങനെ എടുക്കാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഫോൺ ഇനി എടുത്തില്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് വിട്ടോളൂ. അതിനുള്ള റീപ്ലൈ ഇവർ തരും. ഓക്കെ, ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂര് ചെറുകോട് 28 ഈ സ്ഥാപനം നിൽക്കുന്നത്. ഏകദേശം 35-40 വണ്ടികൾ സ്റ്റോക്കുള്ള വലിയ ഷോറൂം. അപ്പൊ നമുക്ക് ഇവിടെ ഇന്നോവ കാർ കാണിച്ചു. 2009 G4 2009 മോഡലാണ്. G4 ഒറിജിനൽ കേരള പേപ്പറിലെ വണ്ടി. ഒറിജിനൽ കേരള. ഓക്കെ, ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. അതുപോലെ തന്നെ 2.4 ജെനുവിൻ ഓട്ടോ ആണ്. 11 കിലോമീറ്റർ. ഓക്കെ, ഹിസ്റ്ററി ഉണ്ടാവോ? ഹിസ്റ്ററി ഉണ്ട്. ഫുൾ ആയിട്ട് ഹിസ്റ്ററി ഇല്ല, കുറച്ച് ഹിസ്റ്ററി. അതെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ക്വാളിറ്റി ഉണ്ട്. മെക്കാനിക് എല്ലാ ഭാഗത്തും ഫുൾ ഫിറ്റ് ആണ്. നിങ്ങൾക്ക് ഏത് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ആക്കിക്കോ. പിന്നെ അതുപോലെ തന്നെ ഈ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിക്കൂട്ടല്ലേ. വണ്ടി അത്രയും ക്വാളിറ്റി ആണ് മൂപ്പര് പറയുന്നത്.
എത്ര കൊടുക്കരുത്? 4.25. 4.25 കൊടുക്കല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്, കേരള. ഒരു അപാകത ഇല്ല, അതുകൊണ്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ്, അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് മുമ്പ് ചോദിച്ചിട്ടുള്ളത്. അതെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇവിടെ നമുക്കൊരു സിൽവർ കളറിൽ വരുന്ന ഒരു 2010 റീ രജിസ്ട്രേഷൻ 2010 റീ വണ്ടിയാണ്. അതെ, ഇന്റർകൂളർ എഞ്ചിനാണ്. ഇന്റർകൂളർ ആണ് എഞ്ചിൻ വരുന്നത്. അതെ. ഏകദേശം മൈലേജ് കൂടുതൽ കിട്ടും. പിന്നെ അങ്ങനെ മെക്കാനിക് പരമായിട്ട് ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമൊന്നുമില്ല. അല്ല, ഇന്റർകൂളർ നമുക്ക് പനി വരുന്ന കുറവല്ല, ഒരു കുഴപ്പമില്ല. ഇന്റർകൂളർ വണ്ടി മൈലേജ് ഉണ്ടാവും, കംപ്ലൈൻസ് കുറവാണ്. ഓക്കെ. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് നമുക്ക് ഏകദേശം 1.25 ഓട്ടം വരുന്നത് അല്ലെ? ഇത് ഇപ്പോ നിലവിൽ ഇപ്പോ പേപ്പർ കാര്യങ്ങളൊക്കെ എത്ര ഉണ്ട്? ജസ്റ്റ് ഒരു 3 മാസത്തിനുള്ളിൽ പേപ്പർ എടുക്കേണ്ടി വരും. ഓക്കെ. എത്ര ഇത് ആസ്ക്? 4,30,000. 4.30 ചോദിക്കുന്നത്. സ്വിഫ്റ്റിന്റെ പൈസ ഒരു ഇന്നോവ. അതെ, ഒരു സ്വിഫ്റ്റ് കാറിന്റെ പൈസ ഒരു ഇന്നോവ, അതും നല്ല ക്വാളിറ്റി വണ്ടി, ടൈപ്പ് 4 കൺവേർട്ട് ആക്കിന് വേണ്ടി. അല്ല, യാതൊന്നും ചെയ്യാനില്ല. അപ്പൊ വേണമെങ്കിലും വിളിച്ചോ.